കൂട്ടുകാട് ഇടവക ദേവാലയത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ 150-ാം ജന്മവാർഷികാഘോഷം സമുചിതമായി കൊണ്ടാടി. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോട്ടപ്പുറം രൂപത അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. പള്ളിയുടെ മുൻവശത്ത് അഭിവന്ദ്യ പിതാവിന് സ്വീകരണം നൽകിക്കൊണ്ടാണ് കൂട്ടുകാട് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ 150-ാം ജന്മവാർഷികാഘോഷ സമാപനങ്ങൾക്ക് തുടക്കമായത്. ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി മുള്ളൂർ ലോലൻ ജോണും കുടുംബവും ഇടവകയ്ക്ക് സമ്മാനമായി നൽകിയ തിരുസ്വരൂപത്തിന്റെ ആശീർവാദവും അഭിവന്ദ്യ പിതാവിനൊപ്പം മുൻ സഹവികാരി റവറൻഡ് ഫാദർ ടോണി കൈതത്തറ എന്നിവർ ചേർന്ന് നടത്തി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കയ്പും അകറ്റി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാധുര്യം ഞങ്ങൾക്ക് പകർന്നു തരണമേ പ്രാർത്ഥിക്കാം. ഇലക്ട്രിക് ബെൽ ശിലാഫലകം മുൻ വികാരി റവറൻഡ് ഫാദർ ജോയ് കല്ലറക്കൽ അനാച്ഛാദനം ചെയ്തു. ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിന് മുൻ സഹവികാരി റവറൻഡ് ഫാദർ ടോണി പിൻഹീറോ ദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന മതബോധന വാർഷികയോഗം കോട്ടപ്പുറം രൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ റവറൻഡ് ഫാദർ ജോയ്സ് റാമ്പിക്കൽ ഉദ്ഘാടനം ചെയ്തു. മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്,